കാലത്തിന്റെ ഒരു തുള്ളി പോലെ നാം ഭൂമിയിൽ വന്നു. ഏതോ ഒരു നിമിഷത്തിൽ നാം പിറവികൊണ്ടു. നമ്മുടെ അറിവുകൊണ്ടോ നമ്മുടെ തീരുമാനപ്രകാരമോ അല്ല. തീർത്തും അല്ലാഹുവിന്റെ നിർണയപ്രകാരം നാം ഈ ഭൂമുഖത്ത് ജന്മമെടുത്തു. അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം ഏതോ ഒരു പ്രദേശത്ത് ഏതോ മാതാപിതാക്കളുടെ സന്തതിയായി നാം ഈ ഭൂമുഖത്ത് ഭൂജാതരായി വന്നിരിക്കുകയാണ്. ഇനി എണ്ണപ്പെട്ട രാപ്പകലുകൾ, എണ്ണപ്പെട്ട ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും ആയുസിന്റെ മരത്തിൽ നിന്ന് ഇല പൊഴിഞ്ഞു പോകുന്ന പോലെ പൊഴിഞ്ഞു പോകുമ്പോ നാം നമ്മുടെ മരണത്തിലേക്ക് അടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജീവിതത്തെ നന്നാക്കണം, ജീവിതത്തെ സംസ്കരിക്കണം, ശുദ്ധീകരിക്കണം. ഏകനായ സർവശക്തനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്കനുസൃതമായി നമ്മുടെ ജീവിതത്തെ പുതുക്കിപ്പണിയണം. കൂടുതൽ ഉദാത്തമാക്കി, കൂടുതൽ ഉത്കൃഷ്ടമാക്കി, കൂടുതൽ ഉന്നതമാക്കി നമ്മുടെ ജീവിതത്തെ അഴിച്ചു പണിയണം, പുതുക്കിപ്പണിയണം. ലോകം മുഴുവൻ സമാധാനമുള്ള ഒരു ഇടമാക്കണമെന്ന് പുണ്യ റസൂൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചു. സമാധാനമുള്ള മനുഷ്യരെ സൃഷ്ടിച്ചുകൊണ്ട് അവിടുന്ന് ഈ ഭൂമുഖത്തോട് വിട പറഞ്ഞു പോയി. പക്ഷേ ലോകമെങ്ങും സമാധാനം ഛിദ്രമാക്കപ്പെടുമ്പോ, ലോകമെങ്ങും ശിഥിലീകരണങ്ങൾ സംഭവിക്കുമ്പോ, ഓമന പൈതങ്ങൾ വേട്ടയാടപ്പെടുമ്പോ, അബലകളായ സ്ത്രീകളും വേട്ടയാടപ്പെടുമ്പോ, ദുർബലർ ഇരകളാക്കപ്പെടുമ്പോ, ലോകത്തിന്റെ ആത്മാവ് ആ വ്യക്തിത്വത്തിലേക്ക് തിരിയുകയാണ്. മുഹമ്മദുൻ മുഹമ്മദുൻ മുഹമ്മദു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യ സ്നേഹം ലോകത്തെങ്ങും പരത്തണം. ഗ്രാമങ്ങളിൽ, നഗരങ്ങളിൽ, തെരുവുകളിൽ കുഞ്ഞുങ്ങൾക്ക് മനുഷ്യ സ്നേഹത്തിന്റെ അനുഭവങ്ങൾ ഉണ്ടാകണം. കുഞ്ഞുങ്ങളെ മാറോട് ചേർക്കണം. അവരെ വെടിയുണ്ടകൾക്കിരയാക്കുന്ന ഭീകരമായ യുദ്ധക്കെടുതികളിൽ നിന്ന്, നിരപരാധികൾ വേട്ടയാടപ്പെടുന്ന ദുരവസ്ഥയിൽ നിന്ന് എന്നാണ് ഈ ലോകത്തിനൊരു മോചനമുണ്ടാവുക? മതത്തിനും സമുദായത്തിനും കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അപ്പുറത്താണ് മാനവൻ, മനുഷ്യൻ. അവനെ ബഹുമാനിക്കണം, അവന്റെ ജീവനെ ആദരിക്കണം. ഒരു നിലയിലും അവനെ ഉപദ്രവിക്കരുത്. ദൈവത്തിന്റെ പ്രീതി നേടാൻ നീ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ നീ മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യനെ നിന്ദിച്ചുകൊണ്ട് ഒരു രീതിയിലും നിനക്ക് ദൈവപ്രീതി കരസ്ഥമാക്കാനാവില്ലെന്ന് പഠിപ്പിച്ചു. ഏറ്റവും വലുത് മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ചു. മതത്തിന് 2 മുഖങ്ങൾ പുണ്യ റസൂൽ പ്രദാനം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. മതമെന്ന് പറയുന്ന ഈ ഉത്കൃഷ്ടമായ, ഉദാത്തമായ, അനർഘമായ ആശയ സംഹിതക്ക് 2 മുഖങ്ങളുണ്ട്. ഒരു മുഖം ദൈവത്തിലേക്ക് തിരിച്ചു പിടിച്ചതാണെങ്കിൽ മറ്റൊരു മുഖം മാനവരാശിയിലേക്ക്, പ്രകൃതിയിലേക്ക്, പ്രപഞ്ചത്തിലേക്ക്, സഹജീവികളിലേക്ക്, ഓരോ അണുവിലേക്ക്, പ്രപഞ്ചത്തിന്റെ തരുവിലേക്ക് തിരിച്ചു പിടിച്ചതാണ്. അതിനോട് നീ ചേർന്ന് നിൽക്കണം മാനവ. മനുഷ്യനെ സ്നേഹിക്കണം നീ മാനവ. നീ ഒരു മനുഷ്യനെയും ഉപദ്രവിക്കരുത്, നീ ക്രൂരനാകരുത്, നീ ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കരുത്, നീ ഭൂമിയിൽ ഒരിക്കലും അരാജകത്വത്തിന്റെ പ്രതിനിധിയാകരുത്. നീ ഭൂമിയിൽ സ്നേഹത്തിന്റെ തണൽ മരമാകണം. നീ എല്ലാവരെയും ഉള്ളഴിഞ്ഞ് സ്നേഹിക്കണം. കുടുംബത്തെ സ്നേഹത്തിൽ സ്ഥാപിക്കണം. രാഷ്ട്രങ്ങളെ മനുഷ്യ സ്നേഹത്തിൽ ബന്ധിപ്പിക്കണം. വ്യക്തിയുടെ ഉള്ളിൽ സമാധാനമില്ലാതെ വന്നാൽ അവൻ ക്രൂരനാകും. 1938
ജനുവരി 1 ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഡോക്ടർ സർ മുഹമ്മദ് ഇഖ്ബാൽ ഒരു റേഡിയോ പ്രഭാഷണം നടത്തി. 938 ജനുവരി 1 അന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു, ലോകരാജ്യങ്ങൾ ഭരിക്കുന്നവർക്ക് മനുഷ്യത്വമുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയമാണിതെന്ന്. 938 കഴിഞ്ഞ് വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി, നൂറ്റാണ്ടിന്റെ പകുതിയോളം കടന്നുപോയി. എന്നിട്ട് നമ്മൾ ഇന്ന് അതേ പ്രാർത്ഥന ഉരുവിടേണ്ടി വരുന്നു. ലോകത്തെ നയിക്കുന്നവർക്ക് മനുഷ്യത്വം ഉണ്ടാകട്ടെ. തോക്കിൻ കുഴലിൽ നിന്ന്, ബോംബിന്റെ പാതകങ്ങളിൽ നിന്ന്, ഓമന മക്കളുടെ നെഞ്ചകം പിളർത്തുന്ന കൊടും കാടത്തങ്ങളിൽ നിന്ന് മനുഷ്യ സമുദായത്തിനൊരു മോചനം, മാനവരാശിക്കൊരു മോചനം. അതിന് മാനവിക മൂല്യങ്ങളെ, നൈതിക മൂല്യങ്ങളെ സ്ഥാപിക്കണം. അതിനാണ് വന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. മുഴു ലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ കരുണ കരുണ കരുണ. ഖുർആൻ ഒരാവർത്തി വായിച്ചു നോക്കൂ, ഖുർആൻ ഒരാവർത്തി പഠിച്ചു നോക്കൂ, ഖുർആൻ ഒരാവർത്തി പാരായണം ചെയ്തു നോക്കൂ. അടിമുടി മുഴങ്ങുന്നൊരു വാക്കുണ്ടെങ്കിൽ കരുണ കരുണ. കാരുണ്യമേ കാരുണ്യമേ, കരുണ കാണിക്കണമേ മാനവ, നീ കരുണയുള്ളവനാകണമേ. ദൈവം കാരുണ്യവാനാണെങ്കിൽ ആ ദൈവത്തിന്റെ സൃഷ്ടിയായ നീയും കരുണയുടെ പ്രതിനിധിയും പ്രതീകവും പ്രതിരൂപവും പ്രതിപുരുഷനും പ്രതിസ്പന്ദവും പ്രതിച്ഛായയും പ്രതിസ്വരവുമായി നീ മാറണമെങ്കിൽ മാനവ, നീ കരുണയെ നിന്റെ ഹൃദയത്തിൽ സ്ഥാപിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നിരന്തരം ഉദ്ബോധനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒരു തവണ പാരായണം ചെയ്യുമ്പോൾ 2 തവണയാണ് കരുണയെ പരാമർശിച്ചത്. പരമകാരുണികനും കരുണാനിധിയുമായ, ദയാപരനും ദയാനിധിയുമായ അല്ലാഹുവിന്റെ തിരുനാമത്തിൽ. അല്ലാഹുവിന് വേറെ എത്രയോ നാമധേയങ്ങളുണ്ട്, അസ്മാഉൽ ഹുസ്നയുണ്ട്. എന്നിട്ടും ഖുർആൻ ഓരോ അധ്യായത്തിന്റെ തലപ്പത്ത് സൂറത്തു തൗബ എന്ന ഒറ്റ അധ്യായമൊഴികെ മറ്റ് സകല അധ്യായങ്ങളുടെയും പ്രാരംഭ സൂക്തമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങേയറ്റം കരുണ ചെയ്യുന്ന ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. കരുണയില്ലെങ്കിൽ ഓമന പൈതങ്ങളുടെ നെഞ്ചകം പിളർത്തപ്പെടും. എവിടെയൊക്കെ കാരുണ്യത്തിന് വേണ്ടി തേടുന്നുവോ അവിടെ മുഴുവൻ ഓർക്കപ്പെടുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്ക് സ്നേഹം കൊണ്ട് ജീവിതത്തെ ശക്തിപ്പെടുത്തണം. പണം കൊണ്ട് നേടാൻ കഴിയാത്ത പലതും ഈ ജീവിതത്തിലുണ്ടെന്ന് തിരിച്ചറിയണം. പണത്തിന്റെ പുളപ്പിൽ ജീവിതത്തെ അമ്മാനമാടുന്നവനെ നീ നിന്റെ മനസ്സിൽ വഹിക്കണം. നിന്റെ പണം നൈമിഷികമാണ്. നിന്റെ പണം കൊണ്ട് നേടാൻ കഴിയാത്ത നേട്ടങ്ങളുണ്ട്, ജീവിത നന്മകളുണ്ട്, ജീവിത സുഹൃതങ്ങളുണ്ട്. അതിനെ നീ തിരിച്ചു പിടിക്കണം. അല്ലാമാ ഇഖ്ബാൽ നഗരിയിൽ അല്ലാമാ ഇഖ്ബാലിന്റെ വാക്കുകളിലൂടെ നാം പുണ്യ റസൂലിന്റെ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്നേഹം കൊണ്ട് താഴ്ന്നതിനെ മുഴുവൻ നിങ്ങൾ ഉയർത്തുക. ഏതൊക്കെ താഴ്ന്നു കിടക്കുന്നുവോ അതിനെ മുഴുവൻ ഉയരത്തിലേക്ക് കൊണ്ടുവരാൻ, ഏതൊക്കെ താഴ്ചകളുണ്ടോ ഈ പ്രപഞ്ചത്തിലും പ്രകൃതിയിലും ഭുവനത്തിലും ലോകത്തിലും അതിനെ മുഴുവൻ ഉത്കൃഷ്ടമാക്കാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു തത്വം, അത് സ്നേഹമാണ്. ഇഷ്ക് ഖുവത്തെ ഇഷ്ക് സേ ഹർ പസ്ത് കോ ബാലാ കർ ദേ. നീ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് താഴ്ന്നതിനെ മുഴുവൻ എഴുന്നേൽപ്പിക്കുക. ദഹർ മേ ഇസ്മെ മുഹമ്മദ് സേ ഉജാലാ കർ ദേ. ഈ പ്രപഞ്ചത്തെ മുഴുവൻ മുഹമ്മദിന്റെ പേരുകൊണ്ട് നീ പ്രകാശിപ്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു